ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിരുന്നാലും കട്ട് ചെയ്തിട്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, വെന്തതുകൊണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയാണ് വേണ്ടത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുളക് പൊടിച്ചതും ഇട്ട് കൊടുത്തു. പിന്നെ 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഞാനിവിടെ 1/2 സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഇനി ഇതിൽ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഒരു 1/2 കപ്പ് അളവിലുള്ള വെള്ളം തന്നെ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇതിൻ്റെ പരുവം കറക്റ്റാണിപ്പം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഒന്ന് സ്പാച്ച് വെച്ചിട്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാടങ്ങ് ലൂസും ആവരുത്, നല്ല കട്ടിയോ ആവരുത്. ഒരു മീഡിയം പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു മാവ് ഞാനിവിടെ ഇതുപോലൊരു പൈപ്പിൻ ബാഗിലാക്കിയതിന് ശേഷം അതിൽ ഹോളിട്ടിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു പൈപ്പിൻ ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ മിൽമ കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കവറിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി. അതുമല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് അങ്ങനെ ചുട്ടെടുത്താലും മതി. പിന്നെ ഒരു ഷേപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് കിട്ടി, ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ഇതിൻ്റെ എല്ലാം സൈഡ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരം ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഐറ്റമാണ്. ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിലും വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരുപോലെ ചെയ്ത് ഇവിടെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകം വെന്തോന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.